പത്തനംതിട്ട പെരിനാട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട് ജിത്തിന്റെ സംസ്കാരം ഇന്ന് നടക്കും. CPM മടുത്തുമുഴി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാരം. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പറയൂ. രോഹിണി, ഇന്ന് കോന്നിയിലെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായിട്ടാണ് ഇപ്പോൾ മടുത്തുമുഴി ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കും എത്തിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. ഇപ്പൊ CITU CPM പ്രവർത്തകർ ഈ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന സ്ഥലത്തെത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാരം നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി വരെ, വെളുപ്പിന് 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഇന്ന് റാന്നി പെരുന്നാട്ടിൽ CPM ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു ഈ സംഭവം നടന്ന തൊട്ട് പിന്നാലെ തന്നെ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. CPM DYFI പ്രവർത്തകർ ഈ സംഭവം RSS-ന്റെയും BJP-യുടെയും തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തി. തുടർന്ന് ഇവർ നടത്തിയ ഓരോ ശ്രമങ്ങളും പൊളിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ, അതിന്റെ കൃത്യമായ തെളിവുകൾ സഹിതം BJP RSS കേന്ദ്രങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഇവർ CPM പ്രവർത്തകരാണ്, CPM ബന്ധമുള്ള ആളുകളാണ് പ്രതിപട്ടികയിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. 1-ാം പ്രതി നിഖിലേഷ് CITU പ്രവർത്തകനാണ് എന്ന് വ്യക്തമായി. 4ഉം 7ഉം പ്രതികൾ സുമിത്തും 7-ാം പ്രതി മിഥുൻ മധുവും DYFIയുടെ സജീവ പ്രവർത്തകരായിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ CPM ഈ സംഭവം ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്, RSS BJP ആണ് ഇതിന് പിന്നിലെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമങ്ങൾ പൊളിഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു നിലവിൽ വന്നത്. CPM വെട്ടിലാകുന്ന സാഹചര്യവും വന്നു. പക്ഷേ അതിന് ശേഷവും CPM കേന്ദ്രങ്ങൾ BJP RSS-ന്റെ തലയിൽ ഈ കൊലപാതകം കെട്ടിവെക്കുന്നതിനുള്ള വ്യാജ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നലെ ഏറ്റവും ഒടുവിൽ 2021 3 മാസക്കാലം മാത്രമാണ് പ്രതിപട്ടികയിലുള്ള 4-ാം പ്രതി സുമിത്തും 7-ാം പ്രതി മിഥുൻ മധുവും DYFIയിൽ പ്രവർത്തിച്ചത് എന്നുള്ള ന്യായീകരണവുമായി DYFI ജില്ലാ കമ്മിറ്റി രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ അത് അങ്ങനെയല്ല. DYFI ജില്ലാ കമ്മിറ്റി പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്, വ്യാജ പ്രചാരണമാണ് നടത്തിയത് എന്ന് തെളിയിക്കുന്ന 2023-ലും 7-ാം പ്രതി മിഥുൻ മധു DYFIയുടെ സംഘടനാ ഭാരവാഹിത്വമുള്ള വ്യക്തിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ സഹിതം പുറത്തു വരികയും ചെയ്തു. DYFIയുടെ ലോക്കൽ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ 2023 മാർച്ച് 18-നും മിഥുൻ മധു DYFI പ്രവർത്തകനായിരുന്നു, സജീവ പ്രവർത്തകനായിരുന്നു, DYFIയുടെ ഭാരവാഹിത്വമുള്ള വ്യക്തിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോഴും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ ഇവർ പറയുന്ന ന്യായീകരണങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട DYFI ബന്ധമില്ല, DYFI പ്രവർത്തകരല്ല പ്രതികൾ എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെല്ലാം വീണ്ടും പൊളിയുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എന്തായാലും ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കാൻ CPM ശ്രമിക്കുന്നു. അതിന് ആവശ്യമായിട്ടുള്ള സംസ്ഥാന വ്യാപകമായി പ്രചാരണങ്ങൾ നടത്തുന്നു, വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. അതെല്ലാം പൊളിഞ്ഞു പോകുകയും അതെല്ലാം തെറ്റാണ് എന്ന വ്യക്തമായ തെളിവുകളോട് കൂടി BJP കേന്ദ്രങ്ങൾ തെളിവുകൾ പുറത്തുവിടുകയും ചെയ്യുന്ന പശ്ചാത്തലം, അങ്ങനെ ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമാക്കുന്നതിനുള്ള സംസ്ഥാന വ്യാപക ശ്രമങ്ങൾ നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി അടക്കം ജില്ലാ നേതൃത്വം വരെ CPM-ന്റെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലവുമുണ്ട്. പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നടക്കും. ഈ CPM-ന്റെ ഇത് രാഷ്ട്രീയ കൊലപാതകമാക്കുന്നതിനുള്ള ഗൂഢനീക്കങ്ങൾ സമൂഹത്തിന് മുന്നിൽ മറനീക്കി പുറത്തു വരികയും ചെയ്യുകയാണ്. യുവാക്കൾ തമ്മിലുള്ള സംഘർഷം അത് പിന്നീട് കത്തിക്കുത്തിലേക്കും കൊലപാതകത്തിലേക്കും, സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പിന്നീട് വാക്കുതർക്കവും സംഘർഷത്തിലേക്കും വഴിമാറുകയും കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ FIR ഉള്ളത്. പോലീസ് FIR ഒരിടത്തും ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന യാതൊരു പരാമർശവുമില്ലാത്ത സാഹചര്യവുമുണ്ട്. അങ്ങനെ പോലീസിന്റെ ഭാഷ്യം ഇങ്ങനെയാണെന്നിരിക്കെയാണ് CPM കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഗൂഢനീക്കങ്ങൾ നടത്തുകയും അത് സമൂഹത്തിന് മുന്നിൽ CPM-ന്റെ ഈ ഗൂഢനീക്കത്തിന്റെ ലക്ഷ്യങ്ങൾ മറനീക്കി പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.